യോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാറിൻ്റെ എത്തിരുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ വണ്ടിക്കകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഞങ്ങളാണ് ഈ വണ്ടിക്കകത്ത് ലൈറ്റിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഗിൽഡിന സാധനങ്ങൾ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാ നമ്മുടെ വണ്ടിയുടെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരം ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടിയിലത്തെ 2 ലൈറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ 2 ലൈറ്റുകളാണ് അട്രാക്ഷൻ കേട്ടോ. അപ്പം ഇത് LED ലൈറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ് 2 സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഏകദേശം 150 രൂപ ഒരെണ്ണത്തിന് വില വരുന്നതെന്ന് തോന്നുന്നത്. അപ്പം കുറേ നാളായി വാങ്ങിച്ച് വെച്ചിട്ട് അപ്പം അത് നമ്മൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്വിച്ച് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഹെഡ് ലൈറ്റിന് വെട്ടം കുറവായതുകൊണ്ട് നമ്മൾ താഴെ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മണ്ടയിലേക്ക് വരാം. ഇത് നമ്മൾ ബമ്പർ തുളച്ചിട്ട് സ്ക്രൂ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം വയറിംഗ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തൊരു സാധനമാണ് ഈ ഒരു 2 ഇൻഡിക്കേറ്റർ ലൈറ്റ് ടിൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് എൻ്റെ സ്വന്തം പരിപാടിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അത് കടയിൽ കൊണ്ട് ഒട്ടിക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത് എന്നിട്ട് കാണിച്ചു തരും. ഇതുണ്ടോ 2 സൈഡ് ചെറിയ ചുളുക്കമൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇത് നല്ലതാണെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഒട്ടിച്ചാണ്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പം ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ള ലൈറ്റ് ഞാൻ ഓണാക്കി കാണിക്കാം. ഇത്ര വെട്ടമുണ്ട്. ഇപ്പോൾ പകലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത്. അപ്പം നല്ല അടിപൊളി വെട്ടമുള്ള ഒരു സാധനമാണ്. അടുത്തതായിട്ട് ഇതിൻ്റെയും താഴേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടാഗ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചുമ്മാ തൂക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ നമ്പർ പ്ലേറ്റിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലും ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 300 രൂപ 350 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു വില. കറക്റ്റ് അറിയത്തില്ല. 300-നും 350-നും ഇടയ്ക്കാണെന്ന് തോന്നുന്നു. അപ്പം ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇത് ഹെഡ് ലൈറ്റിൻ്റെ മണ്ടയിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേണ്ട ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്ട്രിപ്പ് ലൈറ്റാണ്. അപ്പോൾ ഇത്രയും വരെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് വാം ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഓണായി കാണിക്കുക. 2 സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ തന്നെ പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പാർക്കിംഗ് ലൈറ്റ് വൈറ്റ് കളറാക്കിയിട്ടുണ്ട് കേട്ടോ. അതും 2 സൈഡിലും വൈറ്റ് കളറാക്കിയിട്ടുണ്ട്. അപ്പം ഈ പാർക്കിംഗ് ലൈറ്റിൻ്റെ കണക്ഷനിലാണ് ഈ ഒരു നമ്മൾ ഈ ഒരു വാം ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കീ ഓൺ ആക്കിയിട്ട് ഈ ഒരു നമ്മുടെ പാർക്കിംഗ് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ പോയി നോക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം പാർക്കിംഗ് ലൈറ്റും കത്തും, അതുപോലെ തന്നെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റും കത്തും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ലൈറ്റും അതുപോലെ തന്നെ അടിയിലത്തെ ആ ഒരു വൈറ്റ് ലൈറ്റും കൊണ്ട് കിട്ടുമ്പോൾ ഭയങ്കര ലുക്കാണ് കേട്ടോ വണ്ടി കാണാൻ വേണ്ടി. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ പരിപാടികളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം സൈഡിലേക്ക് വരാൻ നേരം മിററിൻ്റെ അവിടെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മൾ 2 സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം 500 രൂപ വില വന്നു. 500 രൂപ വിലയുള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തപ്പോൾ 300 രൂപയ്ക്ക് നമുക്കിത് കിട്ടി കേട്ടോ. ഓഫറിന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ 2 സൈഡിലും സ്ക്രൂ ചെയ്ത് ഇത് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇതുകൊണ്ടല്ലേ നമുക്ക് 2 സൈഡും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആണ് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരാൻ നേരം ഇതാ ഇവിടെ ഈ ഒരു ടയറിൻ്റെ നമ്മൾ 4 ടയറും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരൊറ്റ കുപ്പി നമ്മുടെ പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഫുൾ ടയറും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതും നമ്മുടെ തന്നെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര ലുക്കായിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കാണ് ഈ ഒരു സിൽവർ കളർ വണ്ടിക്ക് ഭയങ്കര നല്ലത്. അതുകൊണ്ടാണ് ബ്ലാക്ക് അടിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ നമ്മളിവിടെ പെട്രോൾ എന്നുള്ളൊരു സ്റ്റിക്കർ അത് വണ്ടി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇട്ടിച്ചു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു സ്റ്റീരിയോ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വണ്ടിക്കകത്തൊന്നും ഇല്ലായിരുന്നാണ്. നമ്മൾ ഇത് ഹോണ്ട അമേസിൻ്റെ ഒരു സ്റ്റീരിയോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ തന്നെയാണ്, ഞാനും ചേട്ടനും കൂടെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഹോണ്ട അമേസയിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സ്റ്റീരിയോ നമ്മൾ പിടിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കാം. ഇത് ഹോണ്ട എന്നുള്ളൊരു സിഗ്നലൊക്കെ വരും, കാണിക്കാം. കീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഹോണ്ട എന്നുള്ളൊരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടെ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ബൈക്കിൽ നമ്മൾ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു വൈറ്റ് ലൈറ്റിൻ്റെയും
അതുപോലെ തന്നെ അകത്തൊരു ബ്ലൂ വാം ലൈറ്റ്, ഇത് കണ്ടില്ലേ വാം ലൈറ്റ്, അകത്ത് നമ്മൾ 2 സൈഡിലും നമ്മൾ കുഞ്ഞ് വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പകലായതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇത് ഈ ഒരു സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇവിടെ തന്നെ സ്വിച്ച് നമ്മൾ പിടിപ്പിച്ചാണ് കേട്ടോ. സ്വിച്ച് ഇവിടെ ഇല്ലായിരുന്നു, നമ്മളത് ഇവിടെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഇങ്ങനെ വണ്ടിക്കകത്ത് മണം വരാൻ വേണ്ടി ആ ഒരു സാധനം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ഒരു മാരകനൊരു സാധനം വരാൻ കിടപ്പുണ്ട്. അത് അടുത്ത വീഡിയോ മിക്കവാറും അതായിരിക്കും. അത് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ വേറൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ഞാൻ പറയുന്നില്ല, എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇനിയും വണ്ടിയിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ബമ്പറിൻ്റെ താഴെ ഒരു ബമ്പർ ലിപ്പ് കയറ്റാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ ഡോർ ബീഡിങ് വെച്ച് നമുക്ക് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മാരകനൊരു സാധനം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. അത് അടുത്ത വീഡിയോ ഉറപ്പായിട്ടും അതായിരിക്കും, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലൂ തരാം, അകത്ത് ഒരു സാധനമാണ്. അപ്പോൾ അത്ര ക്ലൂ തരത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് ഫ്രണ്ടിൽ ഈ ആൻറ്റീന 2 വെക്കണം. അതുപോലെ തന്നെ റേഡിയോയുടെ കണക്ഷൻ സ്റ്റീരിയോയിലായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അത് നമുക്ക് ഇവിടുന്ന് കണക്ഷൻ എടുക്കണം. ഇവിടുന്ന് കണക്ഷൻ എടുത്ത് ഇവിടുന്ന് നമുക്ക് കണക്ഷൻ എടുത്ത് നേരെ ഇങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും ചെയ്യണം. ഇത്തരം പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം പറയുക കേട്ടോ. എന്തെങ്കിലും വണ്ടിക്ക് അതൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് പറയുക, നമുക്കത് പരിഗണിക്കാവുന്നതാണ്. അപ്പം വലിയ കോസ്റ്റ് ഒന്നും വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇച്ചിരി ലേറ്റ് ആയെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്തരം പരിപാടികളൊന്നും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇനിയും വണ്ടിയുടെ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അത് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബറിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പം ഇതിൽ നല്ല കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.